പ്രധാനമന്ത്രിയാവുന്നതിന് മുമ്പ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഡൽഹി തെരുവുകളിലൂടെ യാത്ര ചെയ്തിരുന്നത്. ഞങ്ങളൊക്കെ 2004 അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ KCC ആസ്ഥാനത്ത് കാണുന്ന സമയത്ത് അദ്ദേഹം ഒരു മാരുതി 800 എന്ന് പറയുന്ന ചെറിയ വാഹനത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ ഭരണത്തിൽ ഒരിക്കൽ പോലും ഒരു ശതകോടീശ്വരനും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സ്വന്തക്കാരനാണ് എന്ന് ആരും പറഞ്ഞിരുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 2004 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവർ പ്രഖ്യാപിച്ചത് ഇന്ത്യ തിളങ്ങുകയാണ് എന്നാണ്. ഇന്ത്യ ഷൈനിങ് എന്നായിരുന്നു അവരുടെ ക്യാമ്പയിൻ തന്നെ. അതുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരടങ്ങുന്ന കാർഷിക മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ അവർ വമ്പിച്ച പരാജയത്തെ നേരിട്ടു. പക്ഷെ പ്രണബ് മുഖർജിയിൽ നെഹ്റു കുടുംബത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തങ്ങളുടെ വരുതിയിൽ നിൽക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നേതാക്കളുടെ നിയന്ത്രണത്തിൽ നിൽക്കാനിടയിൽ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് വന്നത്. മുസ്ലിങ്ങൾ അടക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്ക വിഭാഗങ്ങൾക്ക് ആണ് അവകാശം വിഭവത്തിൽ ഒന്നാമത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആദിവാസികൾക്ക് ഈ വനപ്രദേശങ്ങളിൽ വനവിഭവങ്ങളിൽ വനങ്ങളിൽ അവകാശമുണ്ട് എന്ന ഏറ്റവും സുപ്രധാനമായൊരു നിയമം കൊണ്ടുവന്നു. തങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാനായി കൊളോണിയൽ ഭരണകൂടത്തിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടം നടത്തിയിരുന്നത് നമ്മുടെ വയനാട്ടിലാണ്. ഈ രാജ്യത്ത് ജനങ്ങൾക്ക്, പൗരന്മാർക്ക് രാജ്യത്തിൻ്റെ വ്യവസ്ഥയിൽ, രാജ്യത്തിൻ്റെ ഭരണത്തിൽ, രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ അവകാശമുണ്ട് എന്ന വളരെ ശക്തമായുള്ള, വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് ഇന്ത്യൻ ഭരണരംഗത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന ആൾക്കൂട്ടരാണ് ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ. 20 വർഷം മുമ്പ് 2004 ജനുവരിയിൽ ഞാൻ ഡൽഹിയിൽ ഒരു പത്രപ്രവർത്തകനായിട്ട് ചെല്ലുന്ന സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് കോൺഗ്രസിൻ്റെ മുൻനിരയിലുള്ള അത്ര പ്രധാനപ്പെട്ട പദവിയൊന്നും വഹിക്കാത്ത ഒരു നേതാവായിരുന്നു. വളരെ ശാന്തനായിട്ടുള്ള അദ്ദേഹം കോൺഗ്രസ്സിലെ ഏറ്റവും സമർത്ഥരായിട്ടുള്ള ചിന്തകരിലൊരാളായിട്ടാണ്, സാമ്പത്തിക വിദഗ്ധരിലൊരാളായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. എന്നാൽ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം അങ്ങനെയുള്ള ഒരു മുൻനിര നേതാവായിരുന്നില്ല താനും. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ആ കാലത്തെ പ്രവർത്തനങ്ങൾ പ്രധാനമായും കോൺഗ്രസിൻ്റെ ചിന്താമണ്ഡലവുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആണ് മുന്നോട്ട് പോയിരുന്നത്. അതിനു മുമ്പ് 91-ൽ അദ്ദേഹം PV നരസിംഹറാവുവിൻ്റെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റാണ് ഇന്ത്യയിൽ പുതിയ തരത്തിലുള്ള സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്, വമ്പിച്ച സാമ്പത്തിക മുന്നേറ്റത്തിന് സാധ്യത കുറിക്കും എന്ന മട്ടിലുള്ള പ്രതീക്ഷയോടുകൂടി വലിയ ഒരു രാഷ്ട്രീയ സാമ്പത്തിക പരിവർത്തനത്തിന് കാരണമായി തീർന്ന ബജറ്റ് അദ്ദേഹമാണ് അവതരിപ്പിച്ചത്. ആ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, പുതിയ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ആഗോള കമ്പോളത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു 15 വർഷം കൊണ്ടെങ്കിലും ഇന്ത്യ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തമാവും എന്നാണ്. പക്ഷേ 2004 അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന സമയത്ത് BJP ഭരണത്തിൽ അതിൻ്റെ 5-ാം വർഷത്തിലേക്ക് പ്രവേശിച്ച സമയമാണ്. വാജ്പേയി സർക്കാർ അപ്പോഴേക്കും 5 വർഷം തികയ്ക്കുന്ന സമയമായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് 10 വർഷം മുമ്പ് ആരംഭിച്ച ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വലിയ മുന്നേറ്റങ്ങൾ തങ്ങൾക്കുണ്ടായി എന്നാണ് BJP സർക്കാർ, വാജ്പേയി സർക്കാർ എന്ന് അവകാശപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 2004 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവർ പ്രഖ്യാപിച്ചത് ഇന്ത്യ തിളങ്ങുകയാണ് എന്നാണ്. ഇന്ത്യ ഷൈനിങ് എന്നായിരുന്നു അവരുടെ ക്യാമ്പയിൻ തന്നെ. അതുകൊണ്ട് തങ്ങളുണ്ടാക്കിയ ഈ സാമ്പത്തിക നേട്ടങ്ങൾ, തങ്ങളുണ്ടാക്കിയ വികസന നേട്ടങ്ങൾ, ആ വികസന നേട്ടങ്ങളുടെ ഫലമായി BJP സർക്കാർ വീണ്ടും വരും എന്ന പ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ 2004 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് BJP തോറ്റമ്പെന്നതാണ്. ഇന്ത്യയുടെ നഗരപ്രദേശങ്ങളിൽ BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിലും, ഇന്ത്യയുടെ മിഡിൽ ക്ലാസ്സിനിടയിൽ BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിലും, ഇന്ത്യയിലെ സാധാരണക്കാരടങ്ങുന്ന കാർഷിക മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ അവർ വമ്പിച്ച പരാജയത്തെ നേരിട്ടു. ആ കാലത്ത് 2004 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ, കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ കോൺഗ്രസ്സിന് വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ആരാവണം പ്രധാനമന്ത്രി എന്ന ചോദ്യം വന്ന സമയത്താണ്
സോണിയാഗാന്ധി ഒരു വിദേശിയാണെന്ന പ്രചാരവേല അന്ന് വ്യാപകമായിട്ട് BJP അഴിച്ചുവിട്ട സമയമായതുകൊണ്ട് സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാനും സമ്മതിച്ചു. പിന്നീട് ആ സ്ഥാനത്തിന് വേണ്ടി ഏറ്റവും വലിയ സാധ്യതയുണ്ടായിരുന്നത് പ്രണബ് മുഖർജിയായിരുന്നു. പക്ഷെ പ്രണബ് മുഖർജിയിൽ നെഹ്റു കുടുംബത്തിന് വിശ്വാസമുണ്ടായിരുന്നില്ല. അദ്ദേഹം തങ്ങളുടെ വരുതിയിൽ നിൽക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അപ്പം അതുകൊണ്ട് തന്നെ നെഹ്റു കുടുംബത്തിൻ്റെ 10ാം നമ്പർ ജൻപത്ത് എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ ഭവനത്തിൻ്റെ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നേതാക്കളുടെ നിയന്ത്രണത്തിൽ നിൽക്കാനിടയിൽ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് വന്നത്. അദ്ദേഹം പിന്നീടുള്ള 10 വർഷങ്ങളിൽ അദ്ദേഹം പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ത്യയെ നയിച്ച സമയത്ത് ഒരിക്കൽ പോലും സോണിയാഗാന്ധിയുമായിട്ട് ഒരു ഏറ്റുമുട്ടലിനോ സോണിയ കുടുംബവുമായിട്ട് ഒരു ഏറ്റുമുട്ടലിനോ കോൺഗ്രസിൻ്റെ നയപര സമീപനങ്ങളുമായി ഒരു തർക്കത്തിനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളിൽ പോലും അദ്ദേഹം പരമാവധി മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ഒരു പൊതു സമവായത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ കാലത്ത് വളരെ വിഷമം പിടിച്ച ഒരു സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ 2004 അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം 2009 വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്തും പിന്നീടുള്ള 5 വർഷവും അദ്ദേഹം പ്രവർത്തിച്ചത്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ നേട്ടങ്ങൾ ചെറുതല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, ഏറ്റവും പാവപ്പെട്ട, ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഇന്ത്യയുടെ വിഭവങ്ങളിൽ ഒന്നാമത്തെ അവകാശമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വളരെ പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലാണ് പറഞ്ഞത്. അത് BJP അടക്കമുള്ള ആളുകൾ, സംഘപരിവാര അടക്കമുള്ള ഇന്ത്യയിലെ വിഭവങ്ങളിൽ മുസ്ലിങ്ങൾക്കാണ് ഒന്നാമത്തെ അവകാശം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് മാറ്റി മറിച്ചിട്ട് അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ അടക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്ക വിഭാഗങ്ങൾക്ക് ആണ് അവകാശം വിഭവത്തിൽ ഒന്നാമത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം പറയാനിടയാക്കിയ സാഹചര്യം എന്താണ്? 2004 അദ്ദേഹം വന്നതിന് ശേഷം ഇന്ത്യയിൽ വന്നിരിക്കുന്ന കഴിഞ്ഞ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം 6 പതിറ്റാണ്ടുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്ത് നേട്ടമുണ്ടായി എന്നതിനെക്കുറിച്ച് പരിശോധിക്കാൻ അദ്ദേഹം സച്ചാർ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ഒരു കൊല്ലക്കാലം നീണ്ട രജീന്ദർ സച്ചാറിൻ്റെ കമ്മിറ്റിയുടെ പഠനത്തിന് ശേഷം പിറ്റേത്തെ വർഷം 2005 അവതരിപ്പിച്ച ആ റിപ്പോർട്ടിൽ അവർ പറഞ്ഞത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ പിന്നോക്കാവസ്ഥയാണ് നേരിടുന്നത്. ബംഗാൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഏതാണ്ട് 35% ആളുകൾ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ജനസംഖ്യയിൽ 35% മുസ്ലിങ്ങളുള്ള പ്രദേശമാണ് ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്. അവിടെ ഏതാണ്ട് 30 വർഷക്കാലം കമ്മ്യൂണിസ്റ്റുകളാണ് ഭരിച്ചത്. ആ സംസ്ഥാനത്ത് പോലും മുസ്ലിങ്ങളുടെ സ്ഥിതി വളരെ വളരെ പരിതാപകരമാണ്. പല മേഖലകളിലും ദളിത് കമ്മ്യൂണിറ്റികൾ മോശമായ അവസ്ഥയിലാണ് അവർ എന്ന് സച്ചാർ കമ്മിറ്റി പറഞ്ഞു. അപ്പം അതേ തരത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അവരുടെ അവസ്ഥ മോശമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. ആ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടെത്തി. അതിനെ തുടർന്നാണ് സ്പെഷ്യൽ പാക്കേജും മറ്റു നടപടികളും അദ്ദേഹം സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകമായ പാക്കേജ് ഉണ്ടായി. വിവിധ സംസ്ഥാനങ്ങളിൽ ആ തരത്തിൽ പാക്കേജുകൾ ഉണ്ടായി. വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായിട്ട് മുസ്ലിങ്ങളെ ഉയർത്താനുള്ള ശ്രമം കണ്ടെത്തും. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്താണ് ഇന്ത്യയിലെ വിഭവങ്ങളുടെ ഏറ്റവും ആദ്യത്തെ അവകാശികൾ ഇന്ത്യയിലെ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ജനങ്ങളാണ് എന്നുള്ള സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രമല്ല, അദ്ദേഹം ആദിവാസികൾക്ക് ഈ വനപ്രദേശങ്ങളിൽ, വനവിഭവങ്ങളിൽ, വനങ്ങളിൽ അവകാശമുണ്ട് എന്ന ഏറ്റവും സുപ്രധാനമായൊരു നിയമം കൊണ്ടുവന്നു. ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 200 വർഷക്കാലമായിട്ട് ആദിവാസി ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ വീണ്ടും അവർക്ക് തിരിച്ചു കൊടുക്കുകയായിരുന്നു. കാലാകാലങ്ങളായിട്ട് വനഭൂമിയിൽ ജീവിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ പഴയ കാലങ്ങളിലൊക്കെ തന്നെ അവർക്ക് പരമ്പരാഗത അവകാശങ്ങളുണ്ടായിരുന്നു. ആ ഭൂമിയിൽ ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നു. അവിടെയുള്ള വനവിഭവങ്ങൾ ഉപയോഗിക്കാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നു. വനത്തിൻ്റെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെറിയ കച്ചവട ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദിവാസികൾ എത്രയോ തലമുറകളായി ജീവിച്ചു വന്നത്. പക്ഷെ ബ്രിട്ടീഷ് ഭരണം വന്ന സമയത്ത് ഫോറസ്റ്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പ്രോപ്പർട്ടിയായിട്ട് അങ്ങോട്ട് നിയമം കൊണ്ടുവന്നു. അത് സർക്കാരിൻ്റെ പ്രോപ്പർട്ടിയാണ്, അവർ വേറെ ആർക്കും അവകാശമില്ല എന്ന് പറഞ്ഞപ്പോൾ ആദിവാസികൾ അടക്കമുള്ള ആളുകൾ വനങ്ങളിൽ നിന്ന് നിഷ്കാസിതരായി. അവർ ഒന്നുമല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആദിവാസി വിഭാഗങ്ങളാണ് ആദ്യത്തെ വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധ പോരാട്ടങ്ങൾ നടത്തിയിരിക്കുന്നത്.
കൊളോണിയൽസ് ഭരണത്തിനെതിരായിട്ട് ഏറ്റവും വലിയ ശക്തമായ പ്രതിഷേധങ്ങൾ മുഴുവൻ നമ്മൾ കാണുന്നത് ആദിവാസി മേഖലകളിലാണ്. പിന്നീടാണ് മറ്റ് സമരങ്ങൾ ഉയർന്നു വരുന്നത്. പിന്നീടാണ് 1857 സമരം പോലും വരുന്നത്. അതിനു മുമ്പ് തന്നെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ആദിവാസികൾ തങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാനായി കൊളോണിയൽ ഭരണകൂടത്തിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടം നടത്തിയിരുന്നു നമ്മുടെ വയനാട്ടിലടക്കം. അപ്പം ആ തരത്തിൽ കൊളോണിയൽ ഭരണകൂടം നിഷേധിച്ച അവകാശങ്ങളെ ആദിവാസികൾക്ക് തിരിച്ചു കൊടുക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്ന നിയമം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതേപോലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഇന്ത്യൻ ഭരണകൂടത്തിന് മേൽ അവകാശമുണ്ട്. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാർ അവരെ സേവിക്കാൻ വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ നൽകുന്ന നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ആളുകൾ ജനങ്ങളെ സേവിക്കാൻ ബാധ്യസ്ഥരാണ്. അവരങ്ങനെ സേവിക്കുന്നുണ്ടോ, അവരങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം അദ്ദേഹം കൊണ്ടുവന്നു. കാര്യങ്ങൾ അറിയാൻ, കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ആ വിവരങ്ങൾ അറിയാൻ ജനങ്ങൾക്കുള്ള അവകാശത്തെ അതിശക്തമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു നിയമമാണ്, ഒരു റവല്യൂഷണറി നിയമമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ആ തരത്തിൽ നിരവധി നിയമങ്ങൾ ആ സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് 1/2 ഡസൻ നിയമങ്ങൾ വളരെ പ്രധാനമായിട്ട് അവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ജനങ്ങളുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ജനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ഈ നാട്ടിൽ അവകാശമുണ്ട്. ഈ രാജ്യത്ത് ജനങ്ങൾക്ക്, പൗരന്മാർക്ക് രാജ്യത്തിൻ്റെ വ്യവസ്ഥയിൽ, രാജ്യത്തിൻ്റെ ഭരണത്തിൽ, രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ അവകാശമുണ്ട് എന്ന വളരെ ശക്തമായുള്ള, വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് ഇന്ത്യൻ ഭരണരംഗത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുന്നത്. ആ നിയമങ്ങളൊക്കെ തന്നെ പിൽക്കാലത്ത് ഇന്ത്യയിലെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ അവകാശത്തിന്, അവരുടെ അവകാശ സംരക്ഷണത്തിൽ ഏറ്റവും വലിയ ടൂൾസായിട്ട്, ഏറ്റവും വലിയ ആയുധങ്ങളായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായും പിന്നീട് BJP സർക്കാർ വന്നപ്പോൾ ഓരോന്നോരോന്നായി അത്തരം നിയമങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന സമീപനവും ഉണ്ടായിട്ടുണ്ട്. അത് വേറെ കാര്യം. എന്തായാലും ശരി, വളരെ വിഷമകരമായിട്ടുള്ള ആ സാഹചര്യത്തിലും അദ്ദേഹം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ വിജയിച്ചു. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഗതി, കൂടെ നിൽക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളെ, മുന്നണിയിലെ UPA എന്ന് പറയുന്ന മുന്നണിയിലെ പല രാഷ്ട്രീയ കക്ഷികളെയും കൂടെ നിർത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന ആൾക്കൂട്ടരാണ് ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ. ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ആ സർക്കാരിൻ്റെ നയരൂപീകരണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് 60-ലേറെ മെമ്പർമാരുള്ള ഇടതുപക്ഷമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം അമേരിക്കയുമായിട്ടുള്ള ഈ സിവിൽ ആണവ കരാർ എന്ന കരാറിൽ ഏർപ്പെട്ടത്. ആണവ കരാറിനെ സംബന്ധിച്ച് അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലൊന്ന് പുതിയ തരത്തിലുള്ള ഊർജ്ജ വിഭവങ്ങൾ കണ്ടെത്തുകയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. എങ്ങനെയാണ് ഊർജ്ജം ഉണ്ടാക്കുക, എങ്ങനെയാണ് ഇന്ധനങ്ങൾ സംഭരിക്കുക. പഴയ ഫോസിൽ ഫ്യൂവലുകൾ, പെട്രോൾ അടക്കമുള്ള ഫ്യൂവലുകളുടെ അല്ലെങ്കിൽ കൽക്കരി അടക്കമുള്ള ഫ്യൂവലുടെ കാലം കഴിഞ്ഞു. പകരം വയ്ക്കാവുന്ന റിന്യൂവബിൾ ഫ്യൂവൽസ് ആണ് ഏറ്റവും പ്രധാനം, സൂര്യരശ്മി അടക്കമുള്ള. പക്ഷേ അതിനിടയിൽ ഈ ആണവ ഊർജത്തിന് പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുമായിട്ട് ഒരു സിവിൽ ആണവ കരാറിൽ അദ്ദേഹം ഏർപ്പെടുകയും ചെയ്തു. മുൻകാലങ്ങളിൽ ഇന്ത്യയെ ഇത്തരം കരാറുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിയതായിരുന്നു. ഇന്ത്യ പൊഖാറനിൽ ഈ അണുവിസ്ഫോടനം നടത്തിയതിന് ശേഷം ഇന്ത്യക്ക് ആ മേഖലയിൽ ഒരു തരത്തിലുള്ള സാങ്കേതിക വിദ്യയും അനുവദിക്കില്ല എന്ന സമീപനമായിരുന്നു അമേരിക്ക അടക്കമുള്ള കക്ഷികളെടുത്തത്. ന്യൂക്ലിയർ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ആണവ ശക്തികളുടെ ക്ലബ്ബ് അങ്ങനെയാണ് നിലപാടെടുത്തത്, ഇന്ത്യയെ പുറത്തു നിർത്തിയത്. പക്ഷേ അതിന്ന് മാറ്റി, ആ നയം മാറ്റിക്കൊണ്ട് ഒരു പുതിയ കരാറിൽ ഏർപ്പെട്ടപ്പോൾ അതിനോടുള്ള വിയോജിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷം ആ സർക്കാരിന് പിൻവലിച്ചത്. പക്ഷേ സർക്കാർ വീഴുന്നത് ഒഴിവാക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. സമാജ്വാദി പാർട്ടി അടക്കമുള്ളത് ഇടതുപക്ഷമായിട്ട് വലിയ യോജിപ്പുള്ളതായിരുന്നു, വലിയ യോജിച്ചു നിന്ന പാർട്ടിയായിരുന്നു മുലായം സിംഗ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി. പക്ഷേ ആ പാർട്ടിയുടെ സഹായത്തോടു കൂടി സർക്കാരിനെ നിലനിർത്തി. മാത്രമല്ല 2009 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വീണ്ടും തിരിച്ചു വരാനും കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷമുള്ള കാലത്ത് 2009 ശേഷം നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ വളരെ വളരെ വേദനാജനകമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു. മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്കെതിരായിട്ട് പോലും ആരോപണങ്ങൾ ഉയർന്നു വന്നു. വളരെ വിഷമം പിടിച്ച ഒരു അന്തരീക്ഷത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. അപ്പോൾ ആ തരത്തിലുള്ള ആരോപണങ്ങൾ പലതും പിന്നീട് കണ്ടെത്തിയത് അതിനകത്ത് യാതൊരു അടിസ്ഥാനവും 2G സ്പെക്ട്രം ഫോർ എക്സാമ്പിൾ 2G സ്പെക്ട്രവുമായിട്ട് ബന്ധപ്പെട്ട് വിനോദ് റായ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ഒരാളാണ് ആ റിപ്പോർട്ട് കൊടുത്തത്. CAG
അദ്ദേഹം ആ കൊടുത്ത റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണ് എന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. ഈവൻ CAG ആയിരുന്ന വിനോയ് റായ് തന്നെ അതിനകത്ത് ക്ഷമാപണം പറയേണ്ടതായിട്ട് വന്നു. സുപ്രീം കോടതി ഡോക്ടർ മൻമോഹൻ സിംഗിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണ്, ഒരു ചെറിയ ഒരു തെളിവിൻ്റെ അംശം പോലുമില്ല എന്ന് പറഞ്ഞ് ആ കേസുകൾ തള്ളിക്കളഞ്ഞു. അപ്പോൾ ആ നിലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് അഴിമതി ഉണ്ടായിട്ടുള്ള കാര്യം തർക്കമില്ല, അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിലുണ്ടായിരുന്ന കാര്യത്തില്ല. പക്ഷേ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്കെതിരെ ആ തരത്തിലുള്ള ഒരു ആരോപണവും ആർക്കും ഉന്നയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു, കോൺഗ്രസ് പരാജയപ്പെട്ടു, പിന്നീട് BJP വന്നു, നരേന്ദ്രമോദി വന്നു. കഴിഞ്ഞ 3 തവണയായിട്ട് നരേന്ദ്രമോദിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ അതൊക്കെ ദീർഘകാലമായ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കുമ്പോൾ ഇന്ത്യയെ വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഒരു പാതയിലേക്ക് നയിച്ച ചിന്താശീലനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. ഇന്ത്യക്ക് ആധുനിക കാലത്ത് ഈ ലോകത്തിന് പുറംതിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. അതിൻ്റെ ഭാഗമായി ആധുനിക സാങ്കേതിക വിദ്യ നമ്മൾ ഉൾക്കേണ്ടതായിട്ട് വരും, ആധുനികമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കേണ്ടതായിട്ട് വരും, പുതിയ ലോകത്തിൻ്റെ സാമ്പത്തിക ബന്ധങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. അത് അദ്ദേഹം തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നയരൂപീകരണം നടത്തി. ആ നയരൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ കഴിഞ്ഞ 30 വർഷങ്ങൾക്കിടയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. പക്ഷെ എവിടെയാണ് പരാജയപ്പെട്ടത്? ഈ ഉണ്ടാക്കിയ നേട്ടങ്ങൾ, ഈ സാമ്പത്തിക വികസനത്തിൻ്റെ നേട്ടങ്ങൾ വലിയ തോതിൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ ഭരണകൂടം പരാജയപ്പെട്ടു. അവിടെയും ഈ തരത്തിലുള്ള വമ്പിച്ച വിഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാമീണ തൊഴിൽദാന പദ്ധതി എന്ന് പറയുന്ന വിപ്ലവകരമായ പദ്ധതി ആദ്യമായി പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പോൾ ആ നിലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വികസനത്തെ സംബന്ധിച്ചൊരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവന്നു. വികസനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന വമ്പിച്ച സാമ്പത്തിക നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ പ്രായോഗികമായിട്ടുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു. പക്ഷേ ഇന്ത്യയിൽ ആ കാലത്ത് തന്നെയാണ് ശതകോടീശ്വരന്മാരുടെ ഒരു വമ്പിച്ച വിസ്ഫോടനമുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ശേഷം പിന്നീടുള്ള നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഈ ശതകോടീശ്വരന്മാരാണ് ഇന്ത്യയുടെ വിഭവങ്ങൾ പൂർണ്ണമായിട്ടും വിഴുങ്ങുന്നത്. ഈ ശതകോടീശ്വരന്മാരിൽ തന്നെ 1-2 വ്യക്തികൾ, പ്രധാനമന്ത്രിയായിട്ട് അടുപ്പമുള്ള ചില ആളുകൾ, അത് മൊത്തം വിഴുങ്ങുന്ന ഒരു സാഹചര്യവും ഈ നാട്ടിലുണ്ട്. പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ ഭരണത്തിൽ ഒരിക്കൽ പോലും ഒരു ശതകോടീശ്വരനും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സ്വന്തക്കാരനാണ് എന്ന് ആരും പറഞ്ഞിരുന്നില്ല. അദാനിയുടെ വിമാനത്തിലാണ് നരേന്ദ്രമോദി ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായിക്കൊണ്ട് അഹമ്മദാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്ത്. അദാനി ആണ് അദ്ദേഹത്തിന് സ്വകാര്യ വിമാനം നൽകിയത്. പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഡൽഹി തെരുവുകളിലൂടെ യാത്ര ചെയ്തിരുന്നത്. ഞങ്ങളൊക്കെ 2004 അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ KCC ആസ്ഥാനത്ത് കാണുന്ന സമയത്ത് അദ്ദേഹം ഒരു മാരുതി 800 എന്ന് പറയുന്ന ചെറിയ വാഹനത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ആ നിലയിൽ ജനങ്ങളോട് ബന്ധമുള്ള, നാട്ടിലെ ജനങ്ങളോട് വിശ്വാസ്യതയുള്ള, എളിമയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടത്.